ഇനി മുതൽ 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വാല്യൂ വരുന്ന ചെക്ക് നൽകുമ്പോൾ നൽകിയ ചെക്കിൻ്റെ വിശദാംശങ്ങൾ പോസ്റ്റ് UPI സിസ്റ്റം വഴി ബാങ്കിനെ അറിയിച്ചില്ല എന്നുണ്ടെങ്കിൽ നൽകിയ ചെക്ക് ക്ലിയർ ആവുകയില്ല, ചെക്ക് മടങ്ങും. എന്താണ് പോസ്റ്റ് UPI സിസ്റ്റം? ചെക്ക് ഇടപാടുകൾ വഴിയുള്ള തട്ടിപ്പുകൾ തടയാനായിട്ട് RBI നിർദ്ദേശപ്രകാരം കൊണ്ടുവന്നൊരു സിസ്റ്റമാണ് ഈ ഒരു പോസ്റ്റ് UPI സിസ്റ്റം. അതായത് നമ്മൾ ഒരാൾക്ക് ചെക്ക് നൽകുവാൻ നേരത്ത് നൽകിയ ചെക്കിൻ്റെ വിശദാംശങ്ങൾ ലൈക്ക് ചെക്ക് നമ്പർ, അതുപോലെ തന്നെ ആർക്കാണ് ചെക്ക് നൽകിയത്, അവരുടെ പേര്, അതുപോലെ തന്നെ ഡേറ്റ്, അതുപോലെ തന്നെ വാല്യൂ, പിന്നെ നൽകിയ ചെക്കിലെ കുറച്ച് അഡീഷണൽ ഇൻഫർമേഷൻസ് എന്നിവ നമ്മൾ ബാങ്കിനെ മുൻകൂട്ടി അറിയിക്കുന്നു. എന്നിട്ട് നമ്മൾ ചെക്ക് നൽകിയ ആ ഒരു വ്യക്തി ചെക്ക് ക്ലിയർ ചെയ്യാനായിട്ട് ബാങ്കിൽ സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ അറിയിച്ച ആ ഒരു വിശദാംശങ്ങളുമായിട്ട് ബാങ്ക് ക്രോസ് ചെക്ക് ചെയ്യുന്നു. എന്നിട്ട് അത് മാച്ച് ആയാൽ മാത്രം ചെക്ക് ക്ലിയർ ആകും, മിസ്മാച്ച് ആണെങ്കിൽ ചെക്ക് ക്ലിയർ ആവുകയില്ല. ഇങ്ങനെയാണ് പോസ്റ്റ് UPI സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഈ ഒരു പോസ്റ്റ് UPI സിസ്റ്റം വികസിപ്പിച്ചിരിക്കുന്നത് നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ്. 2020 സെപ്റ്റംബറിലാണ് RBI ഇങ്ങനെ ഒരു സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകിയത്. 2021 ജനുവരി മുതൽ ഇത് ഇപ്പോൾ നിലവിലുണ്ട്. എങ്കിലും അത് മണ്ടേറ്ററി ആയിരുന്നില്ല. 50,000 രൂപയ്ക്ക് മുകളിലുള്ള ചെക്ക് നൽകുവാൻ നേരത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ പോസ്റ്റ് UPI സിസ്റ്റം ഉപയോഗിച്ച് ചെക്കിൻ്റെ വിശദാംശങ്ങൾ ബാങ്കിനെ മുൻകൂട്ടി അറിയിക്കാം. ആ ഒരു സൗകര്യം 2021 ജനുവരി 1 മുതൽ തന്നെ നിലവിലുണ്ടായിരുന്നു. പിന്നെ ഇത് മണ്ടേറ്ററി അല്ലായിരുന്നു. 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വാല്യൂ ഉള്ള ചെക്കാണെങ്കിൽ മാത്രം നിർബന്ധമായിട്ടും വിവരങ്ങൾ പോസ്റ്റ് UPI സിസ്റ്റം ഉപയോഗിച്ച് ബാങ്കിനെ അറിയിക്കണം എന്നുള്ളൊരു കണ്ടീഷനും ഉണ്ടായിരുന്നു. പക്ഷേ അതും ബാങ്കുകളൊന്നും അങ്ങനെ ഫോളോ ചെയ്തിരുന്നില്ല, മണ്ടേറ്ററി അല്ലായിരുന്നു. താല്പര്യമുള്ളവർക്ക് അത് നൽകാം എന്നുള്ള രീതിയിലായിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 1 മുതൽ ഒട്ടുമിക്ക ബാങ്കുകളും ഇത് മണ്ടേറ്ററി ആക്കിയിട്ടുണ്ട്. പ്രധാനമായിട്ടും 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വാല്യൂ വരുന്ന ചെക്ക് ഇടപാടുകൾക്ക് പോസ്റ്റ് UPI സിസ്റ്റം ഇപ്പോൾ SBI, ബാങ്ക് ഓഫ് ബറോഡ പോലുള്ള ഒട്ടുമിക്ക ബാങ്കുകളും നിർബന്ധമാക്കിയിട്ടുണ്ട്. നിങ്ങൾ 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വാല്യൂ വരുന്ന ഒരു ചെക്ക് ഒരാൾക്ക് നൽകുവാൻ നേരത്ത് നിങ്ങൾ അത് പോസ്റ്റ് UPI സിസ്റ്റം ഉപയോഗിച്ച് അതിൻ്റെ വിശദാംശങ്ങൾ ആ ഒരു ബാങ്കിനെ മുൻകൂട്ടി അറിയിക്കണം. നിങ്ങൾ ഏത് ബാങ്കിൻ്റെ ചെക്കാണോ നൽകിയത് ആ ഒരു ബാങ്കിനെ മുൻകൂട്ടി അറിയിക്കണം. ദെൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ ചെക്ക് നൽകിയ വ്യക്തി ആ ഒരു ചെക്ക് ക്ലിയർ ചെയ്യാനായിട്ട് ബാങ്കിൽ സബ്മിറ്റ് ചെയ്യുവാൻ നേരത്ത് നമ്മൾ ബാങ്കിനെ അറിയിച്ച വിശദാംശങ്ങളുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്ത് അത് കറക്റ്റാണോ ഉറപ്പുവരുത്തുന്നു. എന്നിട്ട് അത് ക്ലിയർ ആകുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ചെക്ക് ക്ലിയർ ആവുകയില്ല. നമ്മൾ ചെക്ക് നൽകി ആ ഒരു വ്യക്തി ചെക്ക് സബ്മിറ്റ് ചെയ്യുന്നതിന് 24 മണിക്കൂർ മുമ്പെങ്കിലും പോസ്റ്റ് UPI സിസ്റ്റം ഉപയോഗിച്ച് നമ്മൾ വിശദാംശങ്ങൾ ബാങ്കിനെ അറിയിച്ചിരിക്കണം. ഇനി എങ്ങനെ ഈ ഒരു പോസ്റ്റ് UPI സിസ്റ്റം ഉപയോഗിക്കാം? ഒട്ടുമിക്ക ബാങ്കുകളുടെ മൊബൈൽ ആപ്പിൽ ഇതിനുള്ള സൗകര്യമുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നെറ്റ് ബാങ്കിങ്ങിൽ സൗകര്യമുണ്ട്. പിന്നെ ചില ബാങ്കുകൾക്ക് പ്രത്യേകം ഇമെയിൽ ID ഉണ്ട്. ഇമെയിൽ IDയിലേക്ക് പറയുന്ന ഫോർമാറ്റിൽ ചെക്കിന് വിശദാംശങ്ങൾ അയച്ചാൽ മതിയാകും. പിന്നെ ചില ബാങ്കുകൾക്ക് അതിനുവേണ്ടി പ്രത്യേകം ഒരു ഈ പോർട്ടൽ ഉണ്ടാകും. പിന്നെ നെറ്റ് ബാങ്കിങ് സംവിധാനത്തിൽ പോസ്റ്റ് UPI സിസ്റ്റം എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. അതുവഴി നമുക്ക് ചെക്കിൻ്റെ വിശദാംശങ്ങൾ ബാങ്കിനെ അറിയിക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള 2 അക്കൗണ്ടുകളാണ് HDFC ബാങ്കും അതുപോലെ തന്നെ ഫെഡറൽ ബാങ്കും. ഈ 2 ബാങ്കുകളിൽ എങ്ങനെ പോസ്റ്റ് UPI സിസ്റ്റം ഉപയോഗിക്കാമെന്ന് നോക്കാം. HDFC ബാങ്കിൽ മൊബൈൽ ആപ്പിൽ ഈ ഒരു ഓപ്ഷൻ കണ്ടില്ല, നിലവിലിപ്പോൾ ലഭ്യമല്ല. എന്നാൽ HDFC ബാങ്കിൻ്റെ നെറ്റ് ബാങ്കിങ്ങിൽ പോസ്റ്റ് UPI സിസ്റ്റം എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ആ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് വിവരങ്ങൾ ബാങ്കിനെ അറിയിക്കാം. ഇനി ഫെഡറൽ ബാങ്ക് നോക്കിക്കഴിഞ്ഞാൽ ഫെഡറൽ ബാങ്കിന് മൊബൈൽ ആപ്പിൽ ഒരു ഓപ്ഷനുണ്ട്. അതുകൂടാതെ നെറ്റ് ബാങ്കിങ്ങിൽ അവൈലബിൾ ആണ്. പിന്നെ ഫെഡറൽ ബാങ്കിൻ്റെ FEDIPO എന്ന് പറഞ്ഞൊരു പോർട്ടലുണ്ട്. ആ പോർട്ടൽ വഴി നമുക്ക് പോസ്റ്റ് UPI സിസ്റ്റം ഉപയോഗിക്കാനായി സാധിക്കും. അപ്പോൾ ഈ ഒരു HDFC ബാങ്കിലും അതുപോലെ ഫെഡറൽ ബാങ്കിലും എങ്ങനെ പോസ്റ്റ് UPI സിസ്റ്റം ഉപയോഗിക്കാമെന്ന് നോക്കാം. ഇപ്പോൾ ആദ്യം നമുക്ക് ഫെഡറൽ ബാങ്ക് നോക്കാം. ഫെഡറൽ ബാങ്കിൽ ഇപ്പോൾ ഞാൻ നെറ്റ് ബാങ്കിങ് ആണ് ലോഗിൻ ചെയ്തിരിക്കുന്നത്. നെറ്റ് ബാങ്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റൈറ്റ് സൈഡിലായിട്ട് സെൻട്രലൈസ്ഡ് പോസ്റ്റ് UPI സിസ്റ്റം എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളുടെ കസ്റ്റമർ ID ചൂസ് ചെയ്യാനായിട്ട് പറയും. കസ്റ്റമർ ID ചൂസ് ചെയ്യുക, നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ദെൻ നെക്സ്റ്റ് വരുന്ന വിൻഡോയിൽ സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നേരെ ഫെഡറൽ ബാങ്കിൻ്റെ ഈ ഒരു പോസ്റ്റ് UPI സിസ്റ്റം പോർട്ടലിലേക്ക് പോകും. അവിടെ നമ്മൾ ഇതിനു മുമ്പ് ഏതെങ്കിലും ചെക്കിൻ്റെ ഡീറ്റെയിൽസൊക്കെ പോസ്റ്റ് UPI സിസ്റ്റം ഉപയോഗിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻഫർമേഷൻസ് അറിയാം. അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റാറ്റസ്, നമുക്കതിന് ആക്ഷനും കാര്യങ്ങളൊക്കെ എടുക്കാനായി സാധിക്കും. പുതിയതായിട്ടൊരു ചെക്കിൻ്റെ ഇൻഫർമേഷൻ ആഡ് ചെയ്യാനായിട്ട് ന്യൂ എൻട്രി എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇതിൽ ആദ്യം ചെക്ക് ഡേറ്റ് കൊടുക്കുക, അതുപോലെ തന്നെ ചെക്ക് നമ്പർ കൊടുക്കുക. ചെക്ക് നമ്പർ എന്ന് വെച്ചാൽ നമ്മളുടെ ചെക്ക് ബുക്കിൽ നമുക്ക് ഇതിവിടെ കാണുന്നതാണ് ചെക്ക് നമ്പർ എന്ന് പറയുന്നത്. ചെക്ക് ബുക്കിൽ സെൻറ്ററിൽ താഴെയായിട്ട് ചെക്ക് നമ്പർ എന്ന് പറഞ്ഞൊരു ഫീൽഡ് കാണാം. ആ ചെക്ക് നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ ട്രാൻസാക്ഷൻ കോഡ് എന്ന് വെച്ചാൽ അതും ചെക്കിലുണ്ടാകും. നമ്മുടെ ചെക്ക് ബുക്ക് നമ്മൾ നൽകുന്ന ആ ഒരു ചെക്ക് ലീഫിൽ ഏറ്റവും താഴെയായിട്ട് കുറേ ഡിജിറ്റ് കാണും. അതിൽ റൈറ്റ് സൈഡിൽ കാണുന്ന ലാസ്റ്റ് 2 ഡിജിറ്റാണ് ട്രാൻസാക്ഷൻ കോഡ് എന്ന് പറയുന്നത്. ഇവിടെ ഈ എക്സാമ്പിൾ ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ട്രാൻസാക്ഷൻ കോഡ് എൻ്റർ ചെയ്ത് നൽകുക. പിന്നെ അക്കൗണ്ട് നമ്പർ ഓട്ടോമാറ്റിക്കായിട്ട് ഫെച്ച് ചെയ്ത് വന്നിട്ടുണ്ടാകും. മൾട്ടിപ്പിൾ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഏത് അക്കൗണ്ടിൻ്റെ ചെക്കാണോ കൊടുക്കുന്നത് ആ ഒരു അക്കൗണ്ട് ചൂസ് ചെയ്യുക. പിന്നെ ചെക്ക് എമൗണ്ട് നമ്മൾ നൽകിയ ആ ഒരു ചെക്ക് എത്ര രൂപയുടെ ആണോ ആ ഒരു എമൗണ്ട് എൻ്റർ ചെയ്യുക. പിന്നെ ഇഷ്യൂഡ് ടു നമ്മൾ ആർക്കാണോ ഇഷ്യൂ ചെയ്യുന്നത് ആ ഒരു
ആളുടെ പേര് എൻ്റർ ചെയ്ത് നൽകുക. പിന്നെ SN എന്ന് പറഞ്ഞൊരു ഷോർട്ട് അക്കൗണ്ട് നമ്പർ ഉണ്ടാകും, അത് നിങ്ങളുടെ ചെക്ക് ലിസ്റ്റിൽ തന്നെയുള്ളതാണ്. അതിങ്ങനെ നമ്മളുടെ നമ്മൾ നൽകിയ ഒരു ചെക്ക് ലീഫിൽ ഏറ്റവും താഴെയായിട്ട് കുറേ ഡിജിറ്റ് ഉണ്ടാകും. അതിൽ അവസാനത്തെ ആ ഒരു 2 ഡിജിറ്റ് എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ കോഡാണ്. അതിന് മുമ്പുള്ള കുറച്ച് ഡിജിറ്റ് ഉണ്ട്, അതാണ് ഈ ഒരു ഷോർട്ട് അക്കൗണ്ട് നമ്പർ എന്ന് പറയുന്നത്. ഇതൊക്കെ ഒരു എക്സാമ്പിൾ ഇവിടെ കാണിച്ച് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അപ്പോൾ അത് ആ രീതിയിൽ ആ കാണുന്ന ഡിജിറ്റ് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതിയാകും. അത് എൻ്റർ ചെയ്ത് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നേരത്തെ നമ്മൾ മുമ്പ് ആദ്യം കണ്ട ആ ഒരു ഈ ഒരു വിൻഡോയിൽ ആ ഒരു ഇൻഫർമേഷൻസൊക്കെ വരും. അതിൻ്റെ സ്റ്റാറ്റസൊക്കെ നമുക്ക് അവിടെ കാണുവാനായി സാധിക്കും. അതിനെന്തെങ്കിലും ആക്ഷൻ എടുക്കണമെങ്കിൽ ആക്ഷൻ എടുക്കാനായി സാധിക്കും. ഈ രീതിയിലാണ് ഫെഡറൽ ബാങ്കിൻ്റെ പോസ്റ്റ് UPI സിസ്റ്റം ഉപയോഗിക്കുന്നത്. ഇനി HDFC ബാങ്ക് നോക്കിക്കഴിഞ്ഞാൽ HDFC ബാങ്കിൽ നിങ്ങൾ നെറ്റ് ബാങ്കിൽ ലോഗിൻ ചെയ്യുക. നെറ്റ് ബാങ്കിൽ ലോഗിൻ ചെയ്ത് ഹോം പേജിൽ തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് റിക്വസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ആ ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞ ആ ഒരു ഫീൽഡിൽ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോസ്റ്റ് UPI സിസ്റ്റം എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും. നമ്മളുടെ അക്കൗണ്ട് നമ്പർ അവിടെ ഓട്ടോമാറ്റിക് ഫെച്ച് ആകും, ബാലൻസ് കാണിക്കും. പിന്നെ നമ്മൾ നൽകിയ ഒരു ചെക്ക് നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് നൽകുക. പിന്നെ ചെക്ക് ഡേറ്റ് നമ്മൾ നൽകുക, ആർക്കാണോ ചെക്ക് നൽകിയത് ആ ഒരു ബെനിഫിഷ്യറി നെയിം എൻ്റർ ചെയ്ത് നൽകുക, എമൗണ്ട് എൻ്റർ ചെയ്ത് നൽകുക. പിന്നെ ഒരു അക്സെപ്റ്റഡ് ടേംസ് ആൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞൊരു ബോക്സ് ഉണ്ട്, അത് ടിക്ക് ചെയ്യുക, കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ രീതിയിലാണ് HDFC ബാങ്കിൻ്റെ പോസ്റ്റ് UPI സിസ്റ്റം ഉപയോഗിക്കുന്നത്. ഇതുകൂടാതെ ഇവർക്ക് ഒരു മെയിൽ ID ഉണ്ട്. മെയിൽ IDയിൽ അവർ പറയുന്ന ഫോർമാറ്റിലേക്ക് ഡീറ്റെയിൽസ് അയച്ചാലും മതിയാകും, രജിസ്റ്റേർഡ് ഇമെയിലിൽ നിന്നും. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നെറ്റ് ബാങ്കിങ് വഴി നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഫെഡറൽ ബാങ്കിൻ്റെ ഫെഡ് പോയിൻ്റ് എന്ന് പറയുന്ന ഒരു പോർട്ടലുണ്ട്. ഈ ഒരു പോർട്ടലിൽ വരുമ്പോൾ നമ്മുടെ അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്യാനായിട്ട് പറയും. അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്ത് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വന്ന OTPയും അതുപോലെ തന്നെ ക്യാപ്ച കോഡും എൻ്റർ ചെയ്ത് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫെഡറൽ ബാങ്കിൻ്റെ കുറേയധികം സർവീസസ് ലോഡായി വരും. അതിൻ്റെ അകത്ത് പോസ്റ്റ് UPI സിസ്റ്റം എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാകും. അപ്പോൾ പോസ്റ്റ് UPI സിസ്റ്റം എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമ്മൾ മുമ്പ് ഫെഡറൽ ബാങ്കിൻ്റെ നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ച ആ ഒരു സെയിം വിൻഡോയിൽ പോസ്റ്റ് UPI സിസ്റ്റത്തിൻ്റെ ആ ഒരു സെയിം വിൻഡോ ആയിരിക്കും വരുന്നത്. ആ വിൻഡോയിൽ മുമ്പ് കാണിച്ചതുപോലെ നമുക്ക് ന്യൂ എൻട്രി ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ചെക്കിൻ്റെ വിശദാംശങ്ങൾ നൽകാം. ഇതുകൂടാതെ ഫെഡറൽ ബാങ്കിൻ്റെ ഫെഡ് മൊബൈൽ ആപ്പിലും ആ ഓപ്ഷനുണ്ട്. ഫെഡറൽ ബാങ്കിൻ്റെ മൊബൈൽ ആപ്പ് എടുക്കുക, അതിനകത്ത് ലെഫ്റ്റ് സൈഡിലായിട്ട് ടോപ്പിൽ ആ ഒരു മെനു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കവിടെ ചെക്ക് ക്ലിയറിംഗ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കവിടെ സെൻട്രലൈസ്ഡ് പോസ്റ്റ് UPI സിസ്റ്റം എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടാകും, അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫെഡ് മൊബൈൽ ലോഗൗട്ട് ആയിട്ട് പുതിയൊരു പേജിലേക്ക് പോകുമെന്നുള്ളൊരു നോട്ടിഫിക്കേഷൻ വരും, അത് പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ മുൻപ് കണ്ട ആ ഒരു സെയിം വിൻഡോ തന്നെയായിരിക്കും ലോഡായി വരുന്നത്. അതിനകത്ത് ന്യൂ എൻട്രി എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ചെക്കിൻ്റെ വിശദാംശങ്ങൾ സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ ഇനി മുതൽ 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വാല്യൂ വരുന്ന ചെക്ക് നൽകുവാൻ നേരത്ത് ചെക്ക് ആ ഒരു വ്യക്തി സബ്മിറ്റ് ചെയ്യുന്നതിന് 24 മണിക്കൂർ മുമ്പായിട്ട് പോസ്റ്റ് UPI സിസ്റ്റം ഉപയോഗിച്ച് ബാങ്കിന് നിങ്ങൾ നൽകിയ ഒരു ചെക്കിൻ്റെ വിശദാംശങ്ങൾ അറിയിക്കണം. എങ്കിൽ മാത്രമേ ചെക്ക് ക്ലിയർ ആവുകയുള്ളൂ, ഇല്ലെങ്കിൽ ചെക്ക് മടങ്ങും. ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി. പേഴ്സണൽ ഫൈനാൻസുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായി Malayalam.com വെബ്സൈറ്റ് സന്ദർശിക്കുക, ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക. ആമസോൺ പോലുള്ള ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ ഡെയിലി വരുന്ന ഓഫേഴ്സിനെ പറ്റി അറിയുവാൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ഇത്തരം ഓഫറുകൾ ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുന്ന നേരത്തെ നമുക്ക് നല്ലൊരു എമൗണ്ട് തന്നെ സേവ് ചെയ്യാനായി സാധിക്കും. ലിങ്ക് ഇൻ ബിലോ.